കാന്താര സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ്. തിയേറ്ററിൽ കണ്ടപ്പോൾ അതിനകത്ത് ക്ലൈമാക്സിലൊക്കെ വരാഹരൂപം എന്നുള്ളൊരു ഗാനവും അതിനകത്തുണ്ടായിരുന്നു. വരാഹരൂപം ഗാനം അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ, ആ സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ ആത്മാവിനെ ആവാഹിച്ചെടുത്ത തരത്തിലുള്ള ഒരു സിനിമ സംഗീതമായിരുന്നു. ആ സംഗീതം, ആ ഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ തോന്നിയിരുന്നത്. അപ്പോൾ ആ സിനിമയിലെ ആ പാട്ട് സിനിമ കണ്ട് തിയേറ്ററിൽ കണ്ട് ഇറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു വല്ലാത്ത ഇമ്പാക്റ്റാണ് സിനിമ ആ പാട്ടിന് കണ്ട പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു ഫീല്. അപ്പോൾ ആ പാട്ട് ഒരു സാധാരണഗതിയിലുള്ള ഒരു സിനിമാ സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം സിനിമയ്ക്ക് ചേർന്നപ്പോൾ സിനിമ ഒരു ഉജ്ജ്വല വിജയമായിട്ട് മാറി. ഋഷഭ് ഷെട്ടിയുടെ അഭിനയം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാര്യം ഋഷഭ് ഷെട്ടി തന്നെയാണ് സംവിധാനം ചെയ്ത് ആ സിനിമ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ വരാഹരൂപം എന്ന ആ ഒരു ഗാനം, ആ ഗാനത്തിന് ആ സിനിമയിൽ ചെയ്യാൻ പറ്റിയ, അതിൽ ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഉയർച്ച എന്ന് പറയുന്നത് ആ ഗാനവും ആ ഗാനത്തിൻ്റെ സംഗീതവുമാണ്. അപ്പോൾ എനിക്ക് അത് സിനിമ തിയേറ്ററിൽ ഇരുന്ന് ആ പാട്ട് കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഇന്ത്യൻ ഒരു ക്ലാസിക്കൽ ബേസുള്ള ഒരു പാട്ടിന് ഒരു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു അകമ്പടിയും കൂടെ വന്നപ്പോൾ സിനിമയിൽ ആ പാട്ട് മറ്റൊരു തലത്തിലേക്ക് അത് പോവുകയും പോയത് കൊണ്ട് തന്നെയാണ് ലക്ഷോപലക്ഷം ആൾക്കാർ ഈ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ട് ആസ്വദിച്ച്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ ഈ സിനിമ ഏത് സിനിമയായാലും ടൈറ്റിലിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില സിനിമയിലില്ലാത്ത പാട്ടുകൾ അല്ലെങ്കിൽ സിനിമയിലില്ലാത്ത സംഗീതം ഇതൊക്കെ ചിലപ്പോൾ ആ ടൈറ്റിൽ സ്ക്രോളിൽ ചിലപ്പോൾ വരും. അപ്പോൾ ഞാനത് അത് ടൈറ്റിൽ മുഴുവൻ കണ്ട് തീർന്നവരെ ഞാൻ തിയേറ്ററിൽ തന്നെ ഞാൻ ഇരിക്കുകയോ അവിടെ നിൽക്കുകയോ ചെയ്യും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ കാന്താര സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് ഈ പാട്ട് വരാരൂപം എന്നുള്ള ആ പാട്ടും ആ പാട്ടിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ, ആ ഒരു ഫ്യൂഷൻ ലെവലിലുള്ള ആ ഒരു മ്യൂസിക്കും കൂടെ ആയപ്പോൾ സിനിമ മറ്റൊരു തലത്തിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടുപോയി. അപ്പോൾ ഇതിനു മുമ്പ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്നാലും ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് വീട്ടിലിരുന്ന് ആ സിനിമ എൻ്റെ വീട്ടിലുള്ളവരുമായിട്ടിരുന്ന് ആ സിനിമ കണ്ടത്. സിനിമ കണ്ട് ഏകദേശം സിനിമയുടെ ക്ലൈമാക്സ് എത്താറാകുമ്പോഴത്തേക്കാണല്ലോ ഈ വരാരൂപം പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ സിനിമ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഒരു നല്ല സിനിമ അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ ആളുകളുടെ ഉള്ളിലേക്ക് ആ സിനിമ പതുക്കെ എത്തുന്ന എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു മലയാളി എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ജോൺസൺ മാസ്റ്റർ. ജോൺസൻ്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷന് അനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് നമ്മൾ തൂവാനത്തുമ്പികളിലും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലും ഇതുപോലെ എത്ര സിനിമകളിലും നമ്മൾ കണ്ടാണ്. അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡയലോഗാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളന്ന് കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ജോൺസൺ മാസ്റ്ററിനെ പോലെ മറ്റൊരാൾക്ക് പറ്റുമെന്ന്. ഞാൻ അത് സമ്മതിച്ചു തരേയില്ല. അപ്പോൾ ഈ കാന്താര സിനിമ ഞാൻ വീട്ടിൽ ഇരുന്ന് കണ്ടു. അവസാനം എത്തിയപ്പോൾ വരാഹരൂപം പാട്ട് ആരും കേൾക്കാത്ത രീതിയിൽ പാടുന്നത് പോലെ എനിക്ക് തോന്നി. കാര്യം അത് പതിഞ്ഞ സ്വരത്തി, ഇൻസ്ട്രുമെൻസൊക്കെ വളരെ പതിഞ്ഞാണ് ഇരിക്കുന്നത്. മീൻസ് എന്തോ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എന്തോ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേട്ടോണ്ട് ഇനി വീണ്ടും ആൾക്കാർ ഇതിൻ്റെ സംഗീതത്തിനെ കുറിച്ച് പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുമെന്ന് ഈ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചതുപോലെ തോന്നി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം ഇത് ഒച്ചത്തിൽ ഒന്ന് വരാരൂപം പാടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തൈക്കൂടം ബ്രിഡ്ജ് വരും, വീണ്ടും കേസ് കൊടുക്കും. പക്ഷേ ഞാൻ ഈ ഹോംബാലെ ഫിലിംസിൻ്റെ വശത്തോ തൈക്കൂടം ബ്രിഡ്ജിൻ്റെ വശത്തോ നിൽക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തൈക്കൂടം ബ്രിഡ്ജ് ചെയ്ത ഈ ഒരു നവരസം എന്നുള്ള ആ പാട്ട്, നവരസം ഞാൻ കേട്ടു, പല തവണ കേട്ടപ്പോൾ അതിനകത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ പാട്ടിൻ്റെ ആ ഒരു ഫ്യൂഷൻ മെത്തേഡ് എല്ലാം ഈ സിനിമയിൽ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ എനിക്കൊന്നും അതല്ല മറ്റൊന്നും തോന്നിയില്ല, വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ അവസാനമാവുമ്പോൾ എന്തുകൊണ്ട് തൈക്കൂടം ബ്രിഡ്ജിന് ഒരു ഒറിജിനൽ സ്കോർ ക്രെഡിറ്റ് തൈക്കൂടം ബ്രിഡ്ജ് എന്നിവർ ഈ ഹോംബാലെ ഫിലിംസുകാർ വെച്ചില്ല? അതൊന്ന്. രണ്ടാമത്തത്, ഈ തൈക്കൂടം ബ്രിഡ്ജുകാർ ചെയ്ത നവരസം അവരെടുത്ത് തൈക്കൂടം ബ്രിഡ്ജുകാർ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് അവരെ സമീപിക്കുകയാണെങ്കിൽ ഹോംബാലെ ഫിലിംസിന് അവർക്ക് KGF പോലെ ഒരു സിനിമ എടുത്തവർക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ അതിന് റൈറ്റ് വാങ്ങിക്കുക എന്ന് പറയുന്നത് KGF എടുത്ത ഈ ഹോംബാലെ ഫിലിംസിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല.
അപ്പോൾ തൈക്കൂടം ബ്രിഡ്ജുകാരുമായിട്ട് ഒരു ചർച്ച നടത്തി, ഇവർ കോടതി പോവാതെ തന്നെ ചർച്ച നടത്തി ഇവർക്ക് തീരുമാനിക്കാമെന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ തൈക്കൂടംകാരെ ഞാൻ കുറ്റം പറയില്ല. അവരുടെ അടുത്തൊരു അനുനയത്തിൽ സംസാരിക്കുവാനോ അവർ ചെയ്ത പ്രവൃത്തിക്ക് എന്തെങ്കിലും അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കാനോ ഇവർ തയ്യാറായില്ല. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ പൈസയും കിട്ടി. 16 കോടി രൂപ ചിലവാക്കി എടുത്ത സിനിമയ്ക്ക് 400 കോടിയോളം ബഡ്ജറ്റ് ഇതിനെക്കാട്ടും അപ്പുറത്തെ പൈസയും കിട്ടി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോംബാലെ ഫിലിംസിന് അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വീട്ടിലിരുന്ന് കാണുന്ന, തിയേറ്ററിൽ പോവാതെ കാണുന്ന ആൾക്കാർക്ക് ആ സിനിമ ഫുള്ളായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ സിനിമയ്ക്ക് ഉള്ളത്. അവസാനം ടൈറ്റിൽ ക്രെഡിറ്റ് കാണിക്കുന്ന സമയത്ത് ഒരു ട്യൂണ് പോലും ഇല്ല അതിനകത്ത്. ഇതിനും വേണ്ടി എന്ത് ചെയ്തു? ഈ രാഗം ആരുടെയെങ്കിലും സ്വന്തമാണോ? എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഈ രാഗം ആരുടെയെങ്കിലും സ്വന്തമാണോ? ഈ ഡ്രംസും ഇലക്ട്രിക് ഗിറ്റാറും ഒക്കെ ആർക്കെങ്കിലും പതിച്ച് കൊടുത്തേക്കാണ്. അതായത് ഈ ഡ്രംസ് ഇന്ന ആളെ ഉപയോഗിക്കാവൂ. ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആൾ ശിവമണിയാണ്. അങ്ങേര് തീരുമാനിക്കുകയാണ് ഡ്രംസ് ഞാൻ തന്നെ പ്ലേ ചെയ്യും, ബാക്കിയുള്ളവരൊന്നും പ്ലേ ചെയ്യില്ല, എനിക്ക് കോപ്പി റൈറ്റ് ഡ്രംസ് ഉപയോഗിക്കുന്നതിന്. ഇതൊന്നും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഹോംബാലയും ഈ തൈക്കൂടവുമായിട്ടുള്ള ആ ഒരു ഡീല് ഫെയർ ഡീലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കാന്താര ജീവനില്ലാത്ത കാന്താര. അതുകൊണ്ട് തന്നെ എൻ്റെ ടൈറ്റിലിൽ ഞാൻ വെച്ചിരിക്കുകയാണ് ഒരു ആത്മാവ് ചോർന്ന കാന്താര.